കാലങ്ങളോളം കാത്തുവെക്കുവാൻ നമുക്കിതാ ഒരു സുവർണാവസരം ലഭിച്ചിരിക്കുന്നു. കണ്ണൂരിന്റെ പ്രിയങ്കരനായ മന്ത്രിക്ക് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിന്നാണ് വിദ്യാർത്ഥികളെ കാണുവാൻ അധ്യാപകർ ഓടിയെത്തിയത്. പല കഥകൾ അവർ പങ്കുവെക്കുന്നത് കേട്ടു. അവർക്ക് ഞാൻ ഇവിടെ നിന്നതുകൊണ്ട് എനിക്കും അനുഭവിക്കാൻ സാധിച്ചു. പെൻഷൻ കഴിഞ്ഞു പോയിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ്. ടീച്ചറെ, ഞാൻ ഈ ടീച്ചറോടൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് അങ്ങോട്ട് വരാമെന്നാ പറയുന്നത് കേട്ടോ. അപ്പം അത്രയേറെ പറയാനുള്ള കാര്യങ്ങൾക്ക് പറയാനും ഇനി ഇവർക്കും ഒരു കൂട്ടായ്മ സൂക്ഷിക്കാനും ഈ ഒരു കൂട്ടായ്മ കൊണ്ട്, അല്ലെ ചങ്ങാതിക്കൂട്ടം കൊണ്ട് ഗുണകരമായി എന്ന് നമുക്ക് പ്രത്യാശിക്കാം. എന്തായാലും ആദരവ് ചടങ്ങ് നടക്കുകയാണ്. ജോർജ് ജോസഫ് സാറിനെയാണ് നമ്മൾ ചടങ്ങിൽ ആദ്യമായി ആദരിക്കുന്നത്. നല്ലൊരു അധ്യക്ഷ പ്രസംഗം തന്നെ നമുക്ക് നൽകിയിട്ടുണ്ട്. ഞാനും ജോർജ് മാസ്റ്ററും എല്ലാം കൂടി ഒരു പ്രാവശ്യം 64 അന്ന് ഈ സ്കൂൾ എന്താണെന്നോ കഥ നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾക്ക് ആർക്കും പറഞ്ഞാൽ മനസ്സിലായല്ലോ ഈ ഏരിയനെ പറ്റിയിട്ട്. അത്ര വിഷമായിരുന്നു. കുട്ടികളെ പിടിച്ചു വെക്കാനും കഴിയില്ല. ഉച്ചക്ക് വിട്ടാൽ അവർ വരെ കമ്പിൽ മീൻ വാങ്ങാനാണ്. ആ മീൻ വാങ്ങി വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ടാണ് സ്കൂൾ വരിക. അങ്ങനെയുള്ള കാര്യമായിരുന്നു. പക്ഷെ ഇന്ന് എന്താണ് ഭയങ്കരം. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല. നിങ്ങൾ ഈ കാണിച്ച സ്നേഹത്തിന് അത്യധികം നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ആയിരത്തി 1968 മുതൽ 1999 വരെ 31 വർഷം കമ്പലം പ്ലേ സ്കൂൾ ജോലി ചെയ്തു. ഇപ്പോൾ റിട്ടയർ ചെയ്തിട്ട് 25 വർഷമായി. 80 വയസ്സ് കഴിഞ്ഞ് നിൽക്കും. ഒരു കാലത്ത് 2000-ഓളം കുട്ടികളും 100-ലധികം സ്റ്റാഫ് അംഗങ്ങളുമുള്ള ഒരു വലിയ സ്കൂളായിരുന്നു ഇത്. നല്ല റിസൾട്ടും ഉണ്ടായിരുന്നു. പിന്നീട് കുറേ കഴിഞ്ഞപ്പോൾ പഠിക്കുന്ന എപ്പോഴും സമരം. ഒരു ദിവസം SFIൻ്റെ സമരമാണെങ്കിൽ വേറെ ദിവസം KSUവിൻ്റെ, വേറെ ദിവസം MSFൻ്റെ, ഇങ്ങനെ സമരങ്ങളുടെ സമരം. നല്ല പോലെ പഠിക്കുന്ന കുട്ടികളെയൊക്കെ മയിലും മറ്റ് സ്കൂളുകളിലൊക്കെ ചേർത്തു. അങ്ങനെ പഠിക്കാതെ കുട്ടികൾ മാത്രമുള്ള വളരെ ചുരുക്കം, ഇത് 2000-ഓളം കുട്ടികൾ പഠിച്ച അവിടെ തീരെ ഡിവിഷനൊക്കെ ഫോളായി കുറച്ച് മാത്രം കുട്ടികൾ. കുറച്ച് കഴിഞ്ഞപ്പോൾ +2 സ്കൂളിൽ കിട്ടി. അന്ന് ആ സ്കൂളിൽ നമ്മുടെ സ്കൂളിൽ തന്നെ പഠിച്ച PP മുഹമ്മദ് അഷ്റഫ്, ഞാനൊക്കെ ചെറിയ ക്ലാസ് പഠിപ്പിച്ചിട്ടുണ്ട്. ഹൈസ്കൂളിൽ ഇരിക്കുന്ന ജോർജ് മാഷ് ഇവരൊക്കെ പഠിച്ചിട്ടുണ്ട്. അവർ പ്രിൻസിപ്പളായി വന്നു. പിന്നീട് ക്രമേണ അപ്പോഴുള്ള ഹെഡ് മാഷന്മാരും പിന്നീട് വന്ന ഹെഡ് മാഷന്മാരും എല്ലാം പരിശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഇത് സ്കൂളിപ്പോൾ നല്ല നിലയായിട്ടുള്ളത്. പിന്നീട് മാനേജർ ഇപ്പോഴത്തെ മുമ്പത്തെ ഞാൻ ചേരുന്നത് ഇപ്പോഴത്തെ മാനേജറുടെ ഉപ്പാപ്പാൻ്റെ കാലത്താണ്. പിന്നീട് അവരുടെ മകൻ, ഇപ്പോൾ അവരുടെ മകൻ ഒരു യുവതുർക്കിയാണ്. അപ്പോൾ ഇനിയും ഇപ്പോഴുള്ള രാജേഷ് പ്രിൻസിപ്പൽ, ശ്രീജ ടീച്ചർ, ഹെഡ് മിസ്സസ്, അപ്പോൾ ഇവരുടെയൊക്കെ പരിശ്രമ ഫലമായി ഇനിയും ഈ സ്കൂള് വലിയ നിലയിലെത്തും എന്ന് പ്രത്യാശിക്കുകയാണ്. സഖാവ് EP ജയരാജൻ മുതൽ, മന്ത്രിയായിട്ടുള്ള EP ജയരാജൻ മുതൽ MP MLA ആയിട്ടുള്ള ശ്രീ AP അബ്ദുള്ളക്കുട്ടി, ഇവരൊക്കെ ഈ കമ്പലി സ്കൂളിൽ പഠിച്ചവരാണ്. അവരെ പഠിപ്പിച്ചിട്ടുള്ളവർ ഈ വേദിയിലിരിക്കുന്നുണ്ട്. അപ്പോൾ രാഷ്ട്രീയ രംഗത്തായാലും മറ്റ് രംഗത്തും വളരെയധികം പേരും പെരുമയൊക്കെ ഒരു കാലത്തും നേടിയിട്ടുള്ള സ്കൂളാണിത്. ഇപ്പോഴേ പഴയ ആ സ്ഥിതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അന്നുള്ള കെട്ടുമട്ടമൊക്കെ മാറി പുതിയ ഹൈടെക് സ്കൂളായി മാറിയിരിക്കുന്നു. പുതിയ ബിൽഡിങ്ങുകളും എല്ലാമായി. പിന്നെ അധ്യയന റിസൾട്ടിൻ്റെ കാര്യത്തിലും വളരെ മെച്ചമായിട്ടുണ്ട്. ഏതായാലും 95-96 SLC ബാച്ച് ചങ്ങാതിക്കൂട്ടം ഇവരുടെ ഈ നല്ല മനസ്സിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കും. താങ്ക് യു സർ.
കുട്ടികളും അധ്യാപകരും സഹവാസികളുമേ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വേറെന്തോ സംസാരിക്കാനാണ്. എൻ്റെ സംസാരം കുട്ടികൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവരുടെ രക്ഷിതാക്കൾക്കും എന്നെ നന്നായിട്ടറിയും. നമ്മളല്ലല്ലോ നമ്മളെക്കുറിച്ച് വിലയിരുത്തുന്നത്. അതുകൊണ്ട് ഇത് ശരിയാക്കി തന്നാൽ മതി. അല്ല, ഇത് ശരിയാക്കി തന്നാൽ മതി. ഞാനൊരു പാട്ട് കേൾക്കുന്നുണ്ട്, വേറൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അവരാണ് അധ്യാപകരെ കുറിച്ച് വിലയിരുത്തേണ്ടത്. അല്ലാതെ നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ അവർക്കറിയും, നാട്ടിലുള്ളവർക്കും അറിയും. അതുകൊണ്ട് ഞാൻ സാധാരണ അത് എന്നെക്കുറിച്ച് പിന്നെ ഒന്നും വിവരിച്ച് പറയാറില്ല. അതുകൊണ്ട് ഇന്ന് എനിക്ക് ദൈവസ്തുതി അത് മാത്രമേ ഉള്ളൂ. ഞാൻ വരുന്നിടത്ത് നിങ്ങൾ എന്നെ വിളിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുന്നു ഞാൻ. പക്ഷേ ഇന്ന് അതും ശരിയാവുന്ന രീതിയിലല്ല. എങ്കിലും ആകുന്നത് പോലെ ആകട്ടെ, ദൈവം അതിന് കൃപ ചെയ്യട്ടെ. രക്ഷകൻ യേശുവേ, ഞാൻ നിന്റെ നാമത്തെ വാഴ്ത്തിടുമേ. നിന്നെ പോലൊരു ദേവനെ ഭൂമിയിൽ അറിഞ്ഞിട ജീവനെ തന്നവൻ നീ. എൻ്റെ അൻപുള്ള രക്ഷകൻ യേശുവേ, ഞാൻ നിന്റെ നാമത്തെ വാഴ്ത്തിടുമേ. നിന്നെ പോലൊരു ദേവനെ ഭൂമിയിൽ അറിഞ്ഞിട ജീവനെ തന്നവൻ നീ. ആനന്ദമാനന്ദമേ, അല്ലും പകലിലും പാടിടുമേ. യേശുവേ എൻ്റെ ആശയാതെ, യേശുവേ എൻ്റെ ആശയാതെ. സ്റ്റേജിലിരിക്കുന്ന അധ്യാപകരെ, വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്കെൻ്റെ നമസ്കാരം. വളരെ ചുരുങ്ങിയ സമയം മാത്രമേ നമുക്ക് അനുവദിച്ചിട്ടുള്ളൂ. 95-96 കാലഘട്ടത്തിലെ ആ കുട്ടികൾ നമുക്ക് തന്ന ഈ സ്വീകരണത്തിന് ആദ്യമായി ഞാൻ വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. അപൂർവം കുട്ടികളെ മാത്രമേ ഇപ്പോൾ എൻ്റെ സ്മൃതിപഥത്തിൽ ഓർമ്മയുള്ളൂ. എല്ലാവരെയും ഓർമ്മിക്കണമെന്ന് വിചാരിച്ചാൽ പോലും ഇപ്പം സാധിക്കാത്ത ഒരു അവസ്ഥയാണ് ഉള്ളത്. നിങ്ങൾ തന്ന ഈ സ്നേഹോപകാരത്തിന് നന്ദി, നമസ്കാരം. ഇവിടെ വരാനൊരു അവസരം ഉണ്ടാക്കി തന്നതിന് ആദ്യമായിട്ട് നിങ്ങളോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. ഇതിൻ്റെ വരണം എന്ന് ആദ്യമായിട്ട് വത്സൻ മാസ്റ്റർ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആരോഗ്യം സമ്മതിക്കുന്നില്ല, ഡേറ്റ് പറയാൻ പറ്റിയില്ല, അതുകൊണ്ട് ഫോട്ടോ ഒന്നും അയച്ചു തരുന്നില്ല, അത് വാങ്ങിക്കാൻ ഞാൻ അവിടെ ഉണ്ടാകില്ല, അതുകൊണ്ട് അത് വേണ്ട എന്ന് പറഞ്ഞു. പിന്നെയും ഹരീഷ് എന്നെ ദിവസവും വിളിച്ചേൽപ്പിക്കുന്ന ഹരീഷാണ്. ഹരീഷ് ഭാഷയെ വരണമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇങ്ങനെ എല്ലാവരും പറഞ്ഞു, നാനൂറ്റ് മാഷാണെങ്കിൽ അതിലപ്പുറം എല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പം പിന്നെ ജോർജ് മാഷിനെ ഞാൻ വിളിച്ചു, ജോസഫ് മാഷയെ വിളിച്ചു. ഞങ്ങൾ 3 പേരും കൂടെ വരാം എന്നുള്ള അവസ്ഥയിലെത്തി. ജോസഫ് മാഷ് 2 ദിവസം മുമ്പ് വരെ ഞാൻ വരുന്നു എന്ന് പറഞ്ഞിരുന്നതാണ്. എൻ്റെ തലേ ദിവസം, അതായത് ഇന്നലെയല്ല മിനിയാന്ന്, പുള്ളി വിളിച്ച് പറഞ്ഞു ആരോഗ്യം സമ്മതിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ടീച്ചർ വിടുകയില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു സന്തോഷം, പോകാനുള്ള ആത്മധൈര്യം ഇല്ലെങ്കിൽ പോരണ്ട, ഞങ്ങൾ പൊക്കോളാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇന്നലെ രാവിലെ 7:30 അവിടുന്ന് പുറപ്പെട്ടതാണ്. ഇവിടെ എത്തിയപ്പോൾ 9 മണിയായി. നമ്മുടെ റോഡിൻ്റെ പണി തകൃതിയായിട്ട് നടക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് കടന്നുകൂടാൻ പറ്റിയില്ല. അപ്പോൾ അന്നേരം ഞാൻ വിചാരിച്ചു ജോസഫ് മാഷ് പോരാതിരുന്ന് ഭാഗ്യമായിപ്പോയി. കാരണം ഒന്ന് ഇരുന്നിട്ട് എഴുന്നേക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരവസരത്തിലാണ് ഞങ്ങളിവിടെ എത്തിയത്. ഇതിനൊരവസരം തന്നതിന് പ്രിയപ്പെട്ട കുട്ടികളോടും ഉള്ള നന്ദിയും കൃതജ്ഞതയും ഞാൻ അർപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും ഇനിയും ഇങ്ങനെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കാൻ അവസരം ഉണ്ടാകട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് നിർത്താം. പൂർവ്വ വിദ്യാർത്ഥികളെ, എൻ്റെ സഹപ്രവർത്തകരെ, ഇങ്ങനെയുള്ള ആശയവുമായി
കുറച്ച് പേർ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഈ ആശയം വളരെ ന്യൂനതമാണ്. കാരണം വെച്ചാൽ നമ്മൾ സ്കൂളിൻ്റെ ആരംഭകാലം മുതൽ 97 വരെ 96 വരെ പഠിപ്പിച്ച എല്ലാ അധ്യാപകരെയും വിളിക്കുന്നു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇതൊരു ചരിത്ര സംഭവമാണ്. ഞാൻ ഇങ്ങനെ ഒരു സംഗമം ഞാൻ കണ്ടിട്ടില്ല. ഓരോ ബാച്ച് സംഗമിക്കും, അവർ പഠിപ്പിച്ചവർ മാത്രം വിളിക്കും, പിരിഞ്ഞു പോകും. ചിലർ അതുമില്ല. പക്ഷേ ഇപ്പോൾ എന്ന് വെച്ചാൽ മൊത്തത്തിൽ 64 മുതൽ 96 വരെ ഇവിടെ ജോലി ചെയ്ത് എല്ലാവരെയും അവർ വിളിച്ചു. അത് തന്നെ നിങ്ങൾക്ക് തോന്നിയ അധ്യാപകരോട് നിങ്ങൾക്ക് തോന്നിയ ആ സ്നേഹ ഉപഹാരത്തിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഞാൻ നീട്ടി പരത്തി പറയുന്നില്ല. നിങ്ങൾ സ്കൂളിൽ വിട്ടുപോയിട്ട് 10-28 കൊല്ലമായി. എല്ലാവരെയും ആർക്കും പരിചയമില്ല. പഠിച്ചവരും പഠിക്കാത്തവരെല്ലാം നന്നായിട്ടുണ്ട്. എസ് നല്ല മാർക്ക് കിട്ടിയവർ, മാർക്ക് കിട്ടാത്തവരും നന്നായിട്ടുണ്ട്. ഇപ്പോൾ ജോർജ് മാഷ് പറഞ്ഞ പോലെ ഗോപാലകൃഷ്ണൻ നമ്പീശനും നമ്മൾ ഡോക്ടർ ഉമേഷ്, ഡോക്ടർ സുരേഷ്, ഡോക്ടർ ഷൺമുഖൻ, എത്ര ഡോക്ടർമാർ, എത്ര എഞ്ചിനീയർമാർ, NIT പ്രൊഫസർ, നമ്മുടെ പപ്പീൻ്റെ മോൻ, ഇവരൊക്കെ നമ്മൾ പഠിച്ച പ്രഗത്ഭ കുട്ടികളാണ്. അതേസമയം അവരൊക്കെ അവരാക്കാളും പ്രഗത്ഭരായ ആൾക്കാർ, ബിസിനസ് കൊണ്ടും മറ്റും പ്രഗത്ഭരായ ഒട്ടനവധി രാഷ്ട്രീയക്കാരുണ്ട്. അങ്ങനെ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട നമ്മുടെ കുട്ടികൾ, നമ്മുടെ നാട്ടിൻ്റെ അഭിമാനവും ഞങ്ങൾക്ക് അഭിമാനമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഞങ്ങൾ വളരെ സ്നേഹത്തോടെ ഓർക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ അഭിവൃദ്ധിയും നന്മയും വരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. ബഹുമാന്യരും ആദരണീയരുമായ വിശിഷ്ട വ്യക്തികളെ, എൻ്റെ സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, കമ്പിൽ മാപ്പിള ഹൈസ്കൂളിൽ നിന്നും 95-96 ബാച്ചിൽ പഠിച്ച വിദ്യാർത്ഥികൾ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും എത്തിയവരുണ്ടാകും. ഇതിൽ അവരുടെ സ്നേഹാദരവും സന്തോഷവും ഏറ്റുവാങ്ങാൻ ഇവിടെ എത്തിയ ഇത്രയധികം അധ്യാപക സുഹൃത്തുക്കൾ മറ്റൊരു വേദിയിലും കണ്ടിരുന്നില്ല. ഈ സാദര സ്നേഹം ഏറ്റുവാങ്ങാൻ സാധിച്ചതിൽ സാഹ്ലാദം ഞാനും അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ സുപ്രധാന ഘട്ടമായ ബാല്യകൗമാര പ്രായത്തിലാണ് നമ്മൾ കണ്ടുമുട്ടിയത്. അത് കഴിഞ്ഞ് ഉന്നത വിദ്യാഭ്യാസം നേടിയവരുമുണ്ടാകും. നേരത്തെ ജോർജ് മാസ്റ്റർ അവതരിപ്പിച്ച കഥയിലെ വ്യക്തികളെപ്പോലെ സ്വാശ്രയ ജീവിതം നയിക്കാൻ വേണ്ടി പല പല മേഖലകളിലും പ്രവർത്തിച്ചവരുമുണ്ടാകും. ഏതായാലും അവരൊക്കെ വളരെ പ്രസിദ്ധരും നാരായണൻ മാസ്റ്റർ പറഞ്ഞ പോലെ പ്രമുഖരും പ്രഗത്ഭരും ആയിത്തീർന്നു. ഇതിനൊക്കെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് നമ്മളുടെ അന്നത്തെ ജീവിതം വളരെ സുതാര്യമായിരുന്നു. വളരെ കുറച്ച് സമയമേ ഉള്ളൂ എങ്കിലും വളരെ സുദൃഢമായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഈ കാണുന്ന നിങ്ങളുടെ ഇടയിലുള്ള ഈ ഐക്യബോധം, അത് കാണുമ്പോൾ നമുക്കും വളരെ മനസ്സമാധാനം ഉണ്ടാക്കുന്നുണ്ട്. ഏതായാലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പലരുടെയും ആ പരിശ്രമം, ആ സംഘാടക പ്രവർത്തനം, നേതൃത്വ പാഠവും ഇതൊക്കെ വളരെ പ്രശംസനീയമാണ്. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഇനിയും തുടരട്ടെ ഇതൊക്കെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഈ പരിപാടിയിലേക്ക് എന്നെ വിളിച്ച ഈ 95-96 ബാച്ചിലെ
വിദ്യാർത്ഥികൾക്ക് എൻ്റെ ആശംസകൾ നേരുന്നു. ഇവിടെ വന്നതുകൊണ്ട് എൻ്റെ സഹപ്രവർത്തകരെയും കാണാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് നിർബന്ധമായും ഞാൻ ഇവിടെ വന്നത്. ഞാൻ ക്രിസ്മസ് ആശംസകളും ന്യൂ ഇയർ ആശംസകളും എല്ലാവർക്കും നേരുന്നു. വേദിയിലിരിക്കുന്ന പ്രിയ അധ്യാപക സുഹൃത്തുക്കൾ, പൂർവ വിദ്യാർത്ഥികൾ, കുടുംബാംഗങ്ങൾ, കുട്ടികൾ എന്നിവർക്കും എൻ്റെ വിനീത നമസ്കാരം. കുറേ വർഷങ്ങൾക്ക് ശേഷം നിങ്ങളെ വീണ്ടും കാണാൻ സാധിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ആ അവസരത്തിൽ പഠിപ്പിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങളെ കൂടുതലായി സ്നേഹിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് വളരെയധികം ഖേദിക്കുന്നു. ഈ പ്രവർത്തനത്തിന് ഹരീഷ് വളരെയധികം പ്രവർത്തിച്ചു. 2 പ്രാവശ്യം വീട്ടിൽ വന്നു, പിന്നെ ഫോണിൽ വിളിച്ചു. അവന് പ്രത്യേകം അഭിനന്ദനങ്ങൾ പറയുന്നു. പിന്നെ നമ്മൾ സ്നേഹനിധികളായ വിദ്യാർത്ഥികൾക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സർവ്വ ഐശ്വര്യങ്ങളും നന്മകളും നേരുന്നു. 1995-96 വർഷത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ എന്നെ ഈ സദസ്സിലേക്ക് ക്ഷണിച്ചു. അതിന് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി. വിദ്യാർത്ഥികളെ, പുതിയ സുഹൃത്തുക്കളെ, നിങ്ങളുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചത് ഒരു മഹാഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു. ഇപ്പോൾ നേരത്തെ ഏതാണ്ട് 28 വർഷത്തിന് ശേഷമാണ് നിങ്ങളിങ്ങനെ ഒരു സംഗമം ഇവിടെ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സംഗമത്തിൽ പഴയ അധ്യാപകരെ ആദരിക്കണമെന്ന് തോന്നിയ നിങ്ങളുടെ ആ മഹാമനസ്സേക്ക് എൻ്റെ എല്ലാവിധ പ്രണാമവും അർപ്പിക്കുകയാണ്. കൂടുതലായി ഒന്നും ഞാൻ സംസാരിക്കുന്നില്ല, കാരണം 2 മിനിറ്റാണ് അനുവദിച്ച് തന്നിട്ടുള്ളത്. അപ്പോൾ അത് കൂടുതലെടുക്ക് ശരിയല്ല എന്നുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ നൽകിയ ഈ സ്നേഹത്തിന് ഒന്നുകൂടി നന്ദി പ്രകാശിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഇതൊരു അപൂർവ സംഗമം തന്നെയാണ്. ഇതിൻ്റെ സംഘാടകർ ഹരീഷും കൂട്ടുകാരും വീട്ടിൽ വന്നപ്പോൾ യഥാർത്ഥത്തിൽ എനിക്കൊരു അത്ഭുതമാണ് തോന്നിയത് എന്നെ സംബന്ധിച്ച്. കാരണം 1980 ഡിസംബർ 31 ഞാൻ PSC കിട്ടി സ്കൂളിൽ നിന്ന് പോയതാണ്. പിന്നെ എന്തിനാണ് എന്നെയും ഇതിൽ ഉൾപ്പെടുത്തിയത്? ഇത്രയും കൂടുതൽ അധ്യാപകർ PSC കിട്ടിപ്പോയ ഒരു കാലഘട്ടം. നിങ്ങളാകെ കൺഫ്യൂഷനാവുകയെ എന്നാൽ ഇതിൻ്റെ നിങ്ങളെ മനസ്സിലിരിപ്പ് ഞാൻ ചോദിച്ചു. ഒന്നും ഹരീഷ് പറഞ്ഞില്ല, അവരൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഇപ്പോൾ അവതാരകൻ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിൽ വലിയ അർത്ഥമുണ്ട്. ഇതൊരു മഹാ അത്ഭുതം തന്നെയാണ്. ഈ സംഗമം ഏതെങ്കിലും ഒരാളുടെ മനസ്സിൽ നിന്ന് ഉദിച്ചതായിരിക്കും. എന്നാലും ഈ ചങ്ങാതിക്കൂട്ടത്തിലുള്ള ഓരോരാളുടെ മനസ്സിനും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു. ദൂരെ നിന്നും വരുന്ന ഔസേപ്പ് മാഷയും ജോർജ് മാഷയും പിന്നെ എൻ്റെ പ്രിയപ്പെട്ട ചന്ദ്രമതി ടീച്ചറേയും രമൺ ടീച്ചറേയും വല്ലി ടീച്ചറേയും എല്ലാവരെയും ആ കാലഘട്ടത്തിലുള്ള എല്ലാവരെയും കാണാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. ഇത് തന്നെയാണ് അതിൻ്റെ സന്തോഷം എന്ന് എനിക്ക് മനസ്സിലായി. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു.
എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. പ്രത്യേകിച്ച് ഈ ചങ്ങാതിക്കൂട്ടത്തിന്. ഞാൻ ആദ്യം UP-യിലായിരുന്നു, അതിന് ശേഷമാണ് ഹൈസ്കൂളിൽ പോയത്. അപ്പോൾ ആദ്യം ഒരു സമരമുണ്ടായി ആ സമയത്ത്. അപ്പോൾ ഈ LP സ്കൂളിൽ നിന്നൊക്കെ വന്ന കുട്ടികൾക്ക് ഈ സമരം എന്ന് പറയുമ്പോൾ എന്തോ ഒരു വലിയ... അപ്പോൾ ആ സമയത്ത് കുട്ടികൾ വന്നിട്ട് ക്ലാസ്സിൽ നിന്ന് കുട്ടികളോട് ഇറങ്ങാൻ പറഞ്ഞപ്പോൾ 5-8 കുട്ടികൾ വന്നിട്ട് എൻ്റെ ഈ സാരി തുമ്പ് പിടിച്ചിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്നു. ഇന്നും അതെനിക്ക് ഭയങ്കരം ഓർമ്മ നൽകുന്നതാണ് എൻ്റെ സ്കൂളിനെ പറ്റി ആലോചിക്കുമ്പോൾ. ആദ്യം തന്നെ പിന്നീട് നിങ്ങൾ ഇതിനിടയ്ക്ക് വായിച്ചിട്ടുണ്ടാവും, 2-3 ദിവസത്തിന് മുമ്പേ കുഞ്ഞാലിക്കുട്ടി സാറ് ഒരു ജാനകി ടീച്ചറെ അന്വേഷിച്ച് നടന്നത്. അങ്ങനെ ജാനകി ടീച്ചറെ കണ്ടുപിടിച്ചു. ആ ജാനകി ടീച്ചറുടെ പിറന്നാളിന് കുഞ്ഞാലിക്കുട്ടി അറിയാണ്ട് വന്നിട്ട് അവരെ ആ ഒരു സൗഹൃദം, അതും എൻ്റെ മനസ്സിൽ എൻ്റെ കുട്ടികളെ ഓർമ്മിപ്പിക്കാൻ വളരെയധികം സ്വാധീനമുണ്ടാക്കി എന്നും എനിക്ക് പറയാൻ സാധിക്കും. ഏതായാലും ഈ ചങ്ങാതിക്കൂട്ടങ്ങളെയൊക്കെ ഓർത്ത് വിളിച്ചതിൽ ആദ്യം തന്നെ വലിയൊരു നമസ്കാരം. നിങ്ങളൊക്കെ ചെറിയ മായ കുട്ടികളല്ല, ഇന്ന് കുറച്ചുകൂടെ കുടുംബക്കാരാണ് എല്ലാവരും. അവരെല്ലാം നമ്മളെ ഓർത്ത് വിളിച്ചു. നമ്മളെ മാസ്റ്റർമാരെയൊക്കെ കാണാനുള്ള ഒരു അവസരം നമുക്ക് തന്നു. അതുകൊണ്ട് ഞാൻ അധികമൊന്നും പറയുന്നില്ല. എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും സമാധാനവും സന്തോഷവും ഐശ്വര്യവും ജഗദീശ്വരൻ നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ബഹുമാനായ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ എൻ്റെ ഗുരുനാഥൻ കൂടിയായ ജോർജ് മാസ്റ്റർ, ഉദ്ഘാടന മറ്റ് വേദിയിലും സദസ്സിലുമുള്ള എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാരെ, അധ്യാപകരെ, അതോടൊപ്പം പൂർവ്വ വിദ്യാർത്ഥികളെ, ഇതൊരു നല്ല സന്ദർഭമാണ്. ഒരു എന്താ പറയേണ്ടത്, വളരെ സന്തോഷപ്രദമായ, ഏവരും ആഗ്രഹിക്കുന്ന ഒരു ചടങ്ങാണിത്. ആ ചടങ്ങിലേക്ക് വരാൻ സാധിച്ചതിൽ അതിയായ സന്തോഷവും ചാരിതാർത്ഥ്യമുണ്ട്. ഒരു തരം കൂട്ടായ്മ, ചങ്ങാതിക്കൂട്ടം എന്ന് പറഞ്ഞ് 95-96 ബാച്ചിലെ ഈ ചങ്ങാതിക്കൂട്ടത്തിന് എല്ലാവിധ ആശംസകൾ നേരുന്നു. അതോടൊപ്പം വളരെ പ്രയാസം അനുഭവിച്ച് വളരെ ദൂരെ നിന്ന് തന്നെ, പ്രയാസം എന്ന് പറഞ്ഞാൽ ചെറുതല്ല, അങ്ങനെ വാഹനത്തിൽ യാത്ര ചെയ്ത് ഇവിടെ എത്തിയ മുഴുവൻ അധ്യാപകർക്കും പ്രത്യേകമായ കടപ്പാടും നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനവും നന്ദിയും രേഖപ്പെടുത്തുകയാണ്. ഇതുമായി സഹകരിച്ച മുഴുവൻ ആളുകൾക്കും ഇന്ന് ഞാൻ ഓരോരുത്തരുടെ പേരെടുത്ത് പറയാതിരുന്നതാണ്. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം ഇവിടെ എത്തിപ്പെടേണ്ടിയിരുന്ന, ഇപ്പോൾ കാലത്തെ 6:30-7 മണിക്ക് ഇവിടെ എത്തേണ്ടിയിരുന്ന അംബിക ടീച്ചർ ടിക്കറ്റ് എടുത്തിട്ട് ഇന്നലെ അവസാനം ക്യാൻസലാക്കാൻ വേണ്ടി ഹരീഷാണ് റെയിൽവേ സ്റ്റേഷനിൽ പോയത്. കാരണം കൺഫേമായി കിട്ടിയില്ല. മിനിസ്റ്ററാണ് EQ കൊടുത്തത്. മിനിസ്റ്റർ EQ ശബരിമല സീസൺ ആയതുകൊണ്ട് ചിലപ്പോൾ കിട്ടാത്തൊരവസ്ഥ വന്നപ്പോൾ ടീച്ചർ അതും കൂടി ക്യാൻസലാക്കി. അങ്ങനെ പലരും വരാൻ തയ്യാറായതും ഇന്ന് മനസ്സിലാക്കിയതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും അഭിനന്ദനം ഒരിക്കൽ കൂടി. വേദിയിലിരിക്കുന്ന എൻ്റെ ബഹുമാനപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും സദസ്സിലിരിക്കുന്ന 95-96 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഞാൻ കമ്പൽ നോപ്പൽ ഹൈസ്കൂളിൽ 1972 മുതൽ 2007 വരെ ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ ഈ സംഗമത്തിൽ വന്നതുകൊണ്ട് എനിക്കൊന്ന് മനസ്സിലായത്, ജീവിതത്തിൻ്റെ ഏത് തൊഴിൽ മേഖലയേക്കാളും മാന്യതയും ആദരവും നേരിട്ടുതരുന്ന ഒരു ഉപജീവനം, ഒരു തൊഴിൽ മേഖലയാണ് അധ്യാപക ജീവിതം എന്നത്. അത് ആ കുട്ടികളുടെ ബഹുമാനവും സ്നേഹവും കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഹരീഷ്, ഞാൻ വീട്ടിലില്ലാതിരുന്നിട്ടും 1-2 പ്രാവശ്യം വീട്ടിൽ വരുന്ന നിർബന്ധപൂർവ്വം ഫോട്ടോ വേണമെന്ന് പറഞ്ഞു. ഫോട്ടോ എടുത്തു പോയി. അങ്ങനെ ഈ സംഗമത്തിൽ പങ്കെടുക്കാനുള്ള ഒരു മഹാഭാഗ്യം കിട്ടിയതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. നന്ദി.
പൂർവ്വ വിദ്യാർത്ഥി, അതുപോലെ തന്നെ വേദിയിലുള്ള പ്രിയ അധ്യാപക സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നേരത്തെ ഗൗരി ടീച്ചറെ സൂചിപ്പിച്ച മാതിരി ഞാൻ ചെറിയൊരു കാലഘട്ടം മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. 1979 മുതൽ 82 ജൂലൈ പിന്നീട് PSC കിട്ടിപ്പോയി. എന്നെ പലർക്കും ഇവിടെ സ്റ്റേജിലിരിക്കുന്ന പലർക്കും അറിയില്ലായിരിക്കും, അതുകൊണ്ടൊന്ന് പരിചയപ്പെടുത്തിയതാണ്. ഞാൻ മൈലേജ് സ്കൂളിലായിരുന്നു കൂടുതൽ കാലം ജോലി ചെയ്തത്. 2013 കണ്ണൂർ DO ആയിട്ടാണ് റിട്ടയർ ചെയ്തത്. ഇത്തരം ഒരു കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നത് ആദ്യമായിട്ടാണ്. ഒരു 18ഓളം സംഗമങ്ങളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മുഴുവൻ അധ്യാപകരെയും ക്ഷണിച്ചുകൊണ്ട് ഇതിന് പിന്നിൽ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. അതിന് പ്രത്യേകം അവരെ അഭിനന്ദിക്കുകയാണ്. ഈ ചടങ്ങിൽ എന്നെ ക്ഷണിച്ചതിന് ഇതിൻ്റെ ഭാരവാഹികളോട് നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ എൻ്റെ പ്രിയ സഹപ്രവർത്തകരെയും കാണാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വിദ്യാർത്ഥികളെ, ഇതിനെ ക്ഷണിച്ചതിന് വളരെയധികം നന്ദി. അതുപോലെ നമ്മുടെ സഹപ്രവർത്തകരെയും കാണാൻ പറ്റിയത് വളരെയധികം നന്ദിയുണ്ട്. എല്ലാവർക്കും വിനീതമായി നന്ദി പറഞ്ഞു. വേദിയിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകന്മാരെ, പ്രിയ വിദ്യാർത്ഥികളെ, ഇവിടെ എത്തിച്ചേർന്ന മറ്റുള്ള എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം. നീണ്ട കാലയളവിന് ശേഷം വീണ്ടും നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കാണാനും അതോടൊപ്പം നമ്മുടെ കൂടെയുള്ള അധ്യാപകരെയും എല്ലാവരെയും കാണാൻ ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കിയതിന് നിങ്ങളെ അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ ഈ കൂട്ടായ്മ ഇനിയും നല്ല നിലയിൽ എല്ലാവരെയും, ഇനി ആരെങ്കിലും നിങ്ങൾ പിന്നെ ഇതിൽ ഉൾപ്പെടാത്തുണ്ടെങ്കിൽ അവരെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ ശക്തമായി അവരുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ലൊരു കൂട്ടായ്മയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നിങ്ങൾക്ക് തോന്നേണ്ട ടീച്ചർ എന്താ ഇങ്ങനെ നടക്കുന്നതെന്ന്. കാരണം 2-3 മാസം മുന്നേ നല്ലൊരു വീഴ്ച പറ്റി, കാലിൻ്റെ മുട്ടിന് ചെറിയൊരു ക്രാക്കും പറ്റി. നന്നായി ഓടി നടന്നിരുന്ന എന്നെ വീട്ടിൽ തളച്ചിടാൻ ഇതൊരു കാരണമായി എന്നുള്ളതാണ് സത്യം. വരണ്ടെന്ന് വിചാരിച്ചതാണ്, പക്ഷെ വരാതിരിക്കാൻ പറ്റിയില്ല. അതിന് കാരണം ഈ സ്നേഹം തന്നെയാണ്. ഈ സ്നേഹത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. കൂട്ടത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. 1981 ഈ സ്കൂളിൽ ചേർന്ന് 82 പരീക്ഷ എഴുതിയതാണ് എൻ്റെ ആദ്യത്തെ വിദ്യാർത്ഥികൾ. പിന്നെ ഈ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും ഒട്ടുമിക്കവരും 81 ജനിച്ചവരായിരിക്കും. ശരിയായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. 81 ജനിച്ചവരായിരിക്കും നിങ്ങൾ മിക്കവരും. എന്താ വെച്ചാൽ എൻ്റെ വീട്ടിലും ഒരു കുട്ടിയുണ്ടായിരുന്നു, അന്ന് ആ സമയത്ത് ജനിച്ച. അവനും 95-96. വേറൊന്ന് ജോർജ് മാഷിൻ്റെയും വേലിക്കുട്ടി ടീച്ചറിൻ്റെയും രണ്ടാമത്തെ മക്കൾ. ജോർജ് മാഷിൻ്റെയും വേലിക്കുട്ടി ടീച്ചറേയും രണ്ടാമത്തെ കുട്ടികൾ 81 ജനിച്ച കുട്ടികളാണ്. നിങ്ങളുടെ അതേ പ്രായം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊരു പ്രത്യേക സ്നേഹമുണ്ട്. എൻ്റെ വീട്ടിൽ എന്നോട് ഒന്നിച്ച് വളർന്ന കുട്ടികളുടെ അതേമാതിരി
പിന്നെ ഞാൻ ഈ കമ്പിൽ ഹൈസ്കൂളിൽ ഒരു സ്റ്റുഡൻ്റായും 6ാം ക്ലാസ്സിൽ മാത്രം പഠിച്ചൊരു സ്റ്റുഡൻ്റായും ടീച്ചറായും 20 കൊല്ലം മാത്രം പ്രവർത്തിച്ചു. നിങ്ങൾക്ക് എൻ്റെ ബെസ്റ്റ് വിഷസ്, ബെസ്റ്റ് ബ്ലെസ്സിങ്സ്. അപ്പോൾ നിങ്ങളെല്ലാവരെയും ഒന്ന് കാണാൻ ഒരവസരം ഉണ്ടായതിന് നന്ദി പറയുന്നു. പിന്നെ ഞങ്ങൾ കമ്പിൽ മാപ്പിള സ്കൂളിൽ വർക്ക് ചെയ്ത അധ്യാപകരെല്ലാം വലിയൊരു കൂട്ടായ്മയുണ്ട്. ഞങ്ങൾ എല്ലാ വർഷവും കൂടുന്നുണ്ട്, ഈ വർഷവും ഉണ്ട്. ഫെബ്രുവരി എന്നാണ് പറഞ്ഞത്, യുവൽമഷം അല്ലേ. അപ്പോൾ ഇത് വലിയൊരു കൂട്ടായ്മയാണ്. ഇത്രയും ഒരു കൂട്ടായ്മ ഞാൻ കണ്ടിട്ടേ ഇല്ല ഒരു സ്കൂളിലും. ഒരു വലിയ അത്ഭുതം തന്നെയാണ്. അപ്പം ഞങ്ങളിനി അടുത്തതിന് കൂടും, ഫെബ്രുവരി മാസത്തിൽ നിന്നാണ് പറഞ്ഞത്. കണ്ണൂർ എവിടെയെങ്കിലും കൂടും. എന്തായാലും എന്നെ വിളിച്ചതിന് നന്ദി പറയുന്നു. ഈ വലിയൊരു സൗഭാഗ്യമാണ് ഇത്രയും അധ്യാപകരെ ഇത് കാണാൻ പറ്റിയത്. ഒരു സംശയം വേണ്ട, ഇതൊരു വലിയ സംഭവം തന്നെ. ഓക്കെ, എല്ലാവർക്കും നന്ദി. കൂടുതലൊന്നും പറയാനില്ല. ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ പറ്റിയത് ഒരു മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഈ കുട്ടികൾക്ക് മേൽക്കുമേൽ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചു നിർത്തുന്നു. നന്ദി. അധ്യാപക സുഹൃത്തുക്കളെ, 95-96 വർഷത്തെ വിദ്യാർത്ഥികളെ, അധ്യാപക ജീവിതത്തിൽ നിന്നും കിട്ടുന്ന ഏറ്റവും വലിയ മഹാഭാഗ്യമാണ് ഈ സ്നേഹാദരം. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ മുന്നിലിരിക്കുന്നവർക്കും എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ആദരം രേഖപ്പെടുത്തുന്നു. എനിക്ക് കൂടുതലായി ഒന്നും സംസാരിക്കാനില്ല. ബഹുമാന്യരായ ഗുരുജനങ്ങളെ, സഹപ്രവർത്തകരെ, പൂർവ്വ വിദ്യാർത്ഥികളെ, അവരുടെ കുടുംബാംഗങ്ങളെ, നാട്ടുകാർ, 95-96 ബാച്ച് ഒരുക്കിയ ഈ സ്നേഹവിരുന്നിലേക്ക് എന്നെ ക്ഷണിച്ചതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. കാരണം എൻ്റെ സഹപ്രവർത്തകരായ ഒട്ടനവധി അധ്യാപകരെ എനിക്കിവിടെ കാണാൻ കഴിഞ്ഞു. അതുപോലെ ഗുരുജനങ്ങളായ ആൾക്കാരൊക്കെ ഇവിടെയുണ്ട്, അവരൊക്കെ കാണാൻ കഴിഞ്ഞു എന്നുള്ളത് നിങ്ങൾ ഈ വേദി ഒരുക്കിയതിൽ ഞാൻ വളരെയധികം ചാരിതാർത്ഥ്യമുള്ളവനാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഞങ്ങൾക്ക് നൽകിയതായ സ്നേഹാദരത്തിന് വാക്കുകളില്ല പറയാനായിട്ട്. പലരും കൂടെ എന്നെ കാണാൻ വീട്ടിലൊക്കെ വരാറുണ്ട്. അപ്പോൾ അവരൊക്കെ തന്നെയാണ് എന്നോട് കോണ്ടാക്ട് ചെയ്തത്. ഇങ്ങനെ ഒരു പരിപാടി ഞങ്ങൾ നടത്തുന്നുണ്ട്, ടീച്ചർ എന്തായാലും വരണം എന്ന് പറഞ്ഞു. ഞാൻ വരില്ല എന്ന് വിചാരിച്ചതാണ്. ഇന്ന് വരാൻ കഴിയാത്തൊരവസ്ഥയിലാണുള്ളത്. ഒരു 2 കല്യാണം, ഒരു വീട്ടിൽ കൂടൽ, ഇതിനൊക്കെ പോകണം. പെൻഷനായപ്പോഴാണ് കൂടുതൽ പ്രാരാബ്ദം വരുന്നത്. അത്രയും കാലം സ്കൂളിൽ നിന്ന് പറഞ്ഞാൽ ഓടി വരായിരുന്നു. ഇപ്പം ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ വന്നുള്ളത്. ഇപ്പം ഈ നടത്തിയ സ്നേഹാദരവും ഞങ്ങളുടെ ഒത്തുകൂടലും, ഞങ്ങളുടെ ഇവിടെ ഇരിക്കുന്ന സദസ്സിലിരിക്കുന്ന ആൾക്കാർക്ക് എല്ലാവരും ഒത്തുകൂടാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ടെന്ന് പ്രത്യേകം പറയാന്ന്. ഇനിയും ഇതുപോലുള്ള സംഗമങ്ങൾ നടത്തണമെന്ന് വീണ്ടും വീണ്ടും ആശംസിക്കുകയാണ്. അത് മാത്രമല്ല, എല്ലാവരും ഒന്ന് കാണാമല്ലോ, അതന്നെ ഒരു വലിയൊരു ആഗ്രഹമല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു പുതുവത്സര ആശംസ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, കേവലം 16 വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ള നിങ്ങളെയാണ് ഞങ്ങൾ പഠിപ്പിച്ചു വിട്ടത്. അതിനുശേഷം നിങ്ങൾ ഓരോരുത്തരും ഓരോരുത്തരുടെ കഴിവിനനുസരിച്ച് ഓരോ തലത്തിൽ എത്തിച്ചേർന്നു. ഇപ്പോഴും നിങ്ങൾ ഞങ്ങളെ ഓർമ്മിക്കുന്നു. ഈ ഒരു പരിപാടിയിൽ ഞങ്ങളെ കൂടി ഉൾപ്പെടുത്തിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനി അങ്ങോട്ട് നിങ്ങളുടെ ജീവിതം സുഖപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ മതിയാക്കുന്നു.
അധ്യാപക സുഹൃത്തുക്കളെ, എൻ്റെ പ്രിയപ്പെട്ട 95-96 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളെ, അവരുടെ കുടുംബാംഗങ്ങളെ, ഇവിടെ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ ഒന്നും പറയുന്നില്ല ഈ വൈകിയ വേളയിൽ. എന്തായാലും ഇങ്ങനൊരു പരിപാടിയിൽ എന്നെ ഉൾപ്പെടുത്തിയതിൽ ഈ 95-96 ബാച്ചിലെ വിദ്യാർത്ഥികളോട് വളരെയധികം നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. ഹരീഷ് വീട്ടിൽ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, മോനെ നിങ്ങൾക്ക് ഞങ്ങളെയൊക്കെ ഓർമ്മയുണ്ടോ എന്ന്. അപ്പോൾ അവൻ കാണിച്ച ഒരു ഫോട്ടോ എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. കാരണം അന്ന് ഇതുപോലെ സോഷ്യൽ മീഡിയയോ ക്യാമറയോ ഒന്നും ഒരു സൗകര്യമില്ലാത്ത കാലത്താണ്. പക്ഷെ അന്നും എടുത്ത ഒരു ഫോട്ടോ അവൻ ഇപ്പോഴും കയ്യിൽ വെക്കുന്നുണ്ട് എന്നോർത്തപ്പോൾ എനിക്ക് വളരെ സന്തോഷമാണോ എന്താണ് വികാരം എന്ന് പറയാൻ കഴിയില്ല. അത്രയും ഒരു വികാരം തോന്നിപ്പോയി. കാരണം ഇത്രയും വർഷത്തിലിടക്ക് ഞങ്ങൾ എല്ലാവരും മറന്നുപോയതാണ്. എപ്പോഴെങ്കിലും കണ്ടുമുട്ടും, ഇവനൊക്കെ ഇടക്കൊക്കെ കാണാറുണ്ട്, ഹരീഷിൻ്റെ ബസ്സിലൊക്കെ കാണാറുണ്ട്, മറ്റുള്ളവരെയും ഇടക്കൊക്കെ കാണാറുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ ഒക്കെ ഉൾപ്പെടുത്തിയതിൽ ഈ 95-96 ബാച്ച് വിദ്യാർത്ഥികളുടെ ആ സന്മനസ്സിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. കൂടുതലൊന്നും പറയുന്നില്ല. നമ്മുടെ സ്കൂളിനെ പറ്റിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ജോർജ് മാഷൊക്കെ പറഞ്ഞതുപോലെ. പക്ഷെ അതൊന്നും സമയം കൊണ്ട് ചുരുക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. സ്റ്റേജിലിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ കൊപ്പുകൈ. അതുപോലെ തന്നെ മുമ്പിലിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹാദരങ്ങളും ആശംസകളും അനുഗ്രഹങ്ങളും. കരയാനില്ല കണ്ണീർ, കരഞ്ഞാൽ പൊങ്ങില്ലൊച്ച, കരവീണ്ട ഞാൻ എന്തു ചെയ്യുക ചിരിക്കാതെ. ഞാനിവിടെ വന്നപ്പോൾ സ്റ്റേജ് പിറകിലുള്ള സ്റ്റേജ് കാണുമ്പോൾ എനിക്ക് കുറച്ച് കരച്ചിൽ വന്നു, സങ്കടം വന്നു. അതിന് കാരണം എന്താണെന്നറിയോ? നമ്മളെ ബഹുമാനപ്പെട്ട മേനേജർ PTP മുഹമ്മദ് കുഞ്ഞ്, സ്കൂൾ ക്ലാസ് മുറിയിൽ നിന്ന് മരണപ്പെട്ട TT ബീന, പിന്നെ എൻ്റെ കൂടെ തന്നെ പഠിപ്പിച്ചിരുന്ന VP അലവി മാഷ്, AV ഹംസ, CK മജീദ്, OMV അബ്ദുൽ ഖാദർ മാഷ്, എന്നെ ഞാനാക്കിയത് അബ്ദുൽ ഖാദർ മാഷാണ്, KM അബ്ദുൽ ഖാദർ മാഷ്, ഇബ്രാഹിം മാഷ്, ഇങ്ങനെ രാമുണ്ണി മാഷ്, ഇങ്ങനെയുള്ളവരെല്ലാം ഈ സ്റ്റേജിൽ വരേണ്ടതായിരുന്നു. അകാലത്തിൽ പോയി. എന്നൊക്കെ പ്രായം കുറഞ്ഞവരും പോയി. അവരൊക്കെ ഈ സ്റ്റേജിൽ വരേണ്ടതായിരുന്നു, അവരെല്ലാം ഒന്ന് ഓർമ്മിക്കേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. ക്ഷമിക്കുക. എല്ലാവർക്കും എൻ്റെ വിനീതമായ കൂട്ടുകൾ. പ്രിയമുള്ള കുട്ടികളെ, സഹപ്രവർത്തകരെ, സന്തോഷം നിറഞ്ഞ അവസരത്തിൽ കൂടുതലൊന്നും പറയാനില്ല. എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ, എൻ്റെ കുട്ടികളെ, യഥാർത്ഥത്തിൽ ഈ ആദരവിന് ഞാൻ 1998 വന്നു ചേരുന്നത്. അപ്പം ഞാൻ വത്സമാഷാദ്യം വിളിച്ചു. ഹരീഷിനോട് ഞാൻ പറഞ്ഞു, ഞാൻ 98 ഞാൻ എന്നെ അർഹനല്ല പറഞ്ഞു. വീണ്ടും നിർബന്ധിച്ചപ്പോഴാണ് മലപ്പുറത്ത് നിന്ന് ഇവിടെ എത്തിയത്. നിങ്ങൾക്കെല്ലാവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ ക്ഷണിച്ചതിന്. അപ്പോൾ നിങ്ങൾ എല്ലാവരെയും കാണാൻ സാധിച്ചു. റിട്ടയർഡായ ശേഷം കാണാത്തവരെ പോലും ഇന്ന് കാണാൻ സാധിച്ചു. നിങ്ങളെയും കാണാൻ സാധിച്ചു. 18 വർഷക്കാലം നിങ്ങൾ തന്ന ആ നന്ദി, സ്നേഹം, ആദരവ് എല്ലാറ്റിനും നന്ദി രേഖപ്പെടുത്തുന്നു. ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, ഈ വേദിയിൽ എൻ്റെ ഗുരുനാഥന്മാരുണ്ട്, സഹപ്രവർത്തകരുണ്ട്, എൻ്റെ വിദ്യാർത്ഥികളുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. 1995-96 അധ്യയന വർഷത്തിൽ കമ്പിൽമാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് SSLC കഴിഞ്ഞ് പോയ വിദ്യാർത്ഥികളുടെ ഈ ഗുരുസംഗമം പരിപാടിക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ്. എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചതിൽ എൻ്റെ സന്തോഷം കൂടി പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.
നമസ്കാരം. ഇങ്ങനെ ഒരു പൂർവ്വ അധ്യാപക സംഗമവും വിദ്യാർത്ഥി സംഗമവും ഏർപ്പെടുത്തിയ 95-96 വർഷത്തെ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. കൂട്ടത്തിൽ ഹൃദ്യമായ സ്വീകരണത്തിന് ഊഷ്മളമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. പ്രിയ വിദ്യാർത്ഥികളെ, അധ്യാപക സുഹൃത്തുക്കളെ, ഈ പരിപാടിയിലേക്ക് എന്നെ വിളിച്ച എല്ലാ പൂർവ്വ വിദ്യാർത്ഥികൾക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങൾക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നന്മ നിറഞ്ഞ ഈ സദസ്സ് മംഗളമായി ഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ആരാധ്യരായ സഹപ്രവർത്തകരെ, സ്നേഹനിധികളായ 96 SSLC വിദ്യാർത്ഥികളെ, ഹരീഷിനോട് ഞാൻ ചോദിച്ചു, എന്താടാ നിങ്ങൾ അധ്യാപകരെല്ലാം വിളിക്കുന്നതിൻ്റെ കാര്യമെന്ന്. അപ്പം എനിക്ക് മനസ്സിലായത്, കഴിഞ്ഞ വർഷം അധ്യാപകരുടെ ഒരു കൂട്ടായ്മ കണ്ണൂരിൽ വെച്ച് നടന്നപ്പോൾ കുറച്ച് വിദ്യാർത്ഥികൾ മണത്തറിഞ്ഞ് അവിടെ വരികയും പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും കൂടി ഒരു ഫോട്ടോ എടുത്ത് ഇവർ സെൽഫിയാക്കി DP ഇട്ടു. ഇത് കണ്ടപ്പോൾ ബാക്കിയുള്ള കുട്ടികൾക്കെല്ലാം നിരാശ തോന്നിയതിൻ്റെ ഫലം അല്ലേ അതായിരിക്കാം ഇന്നത്തെ ചങ്ങാതിക്കൂട്ടം. പൂർവ്വ വിദ്യാർത്ഥികളും റിട്ടയേർഡ് അധ്യാപകരും ഇപ്പോഴും നമ്മുടെ സ്ഥാപനത്തിൽ നിങ്ങളെ പഠിപ്പിച്ച മുഴുവൻ അധ്യാപകരെയും ക്ഷണിച്ചുകൊണ്ടൊരു സൽക്കാരം നൽകി എന്ന് തന്നെ നമുക്ക് പറയാം. സംഘാടകനായ പ്രത്യേകിച്ച് എല്ലാവരെയും പേരെടുത്ത് പറയുന്നില്ല എങ്കിലും ഹരീഷിന് അവൻ്റെ വീട്ടിൽ നടക്കുന്ന ഒരു കല്യാണത്തിൻ്റെ പ്രതിനിധിയായിരുന്നു. ഓടിച്ചാടി 3-4 തവണ അധ്യാപകരെ വിളിക്കലും വരണേ ഇങ്ങനെ പറയലുമായിരുന്നു. എന്നായാലും നിങ്ങളുടെ ഈ സ്നേഹവിരുന്ന് നല്ല രീതിയിൽ സംഘടിപ്പിക്കാൻ സാധിച്ചതിന് വളരെയധികം നന്ദി അറിയിക്കുന്നു. ചങ്ങാതിക്കൂട്ടത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഹാപ്പി ന്യൂ ഇയർ. ബഹുമാന്യരായ ഗുരുജനങ്ങളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട കുട്ടികളെ, നാട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ, സഹപ്രവർത്തകരെ എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. ഈ ചങ്ങാതിക്കൂട്ടം എന്നെന്നും നിലനിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഐശ്വര്യം നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. പ്രിയമുള്ളവരെ, എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച 95-96 വർഷത്തെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. കൂട്ടത്തിൻ്റെ സ്നേഹാദരവിന് നന്ദി അറിയിക്കുന്നു. ആദ്യമായിട്ട് ഈ പരിപാടി സംഘടിപ്പിച്ച കൂട്ടത്തിന് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. പിന്നെ വേദിയിലിരിക്കുന്ന എൻ്റെ സഹപ്രവർത്തകരെ, അതുപോലെ സദസ്സിലിരിക്കുന്ന വിദ്യാർത്ഥികളെ, ഇത്രമാത്രം കഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ ഒരുക്കിയതിന് എത്ര നന്ദി പറഞ്ഞാലും നിങ്ങളോട് മതിയാവുകയില്ല. അതുപോലെ തന്നെ ഞാനിന്ന് ആരാധനയെ സംബന്ധിക്കൊണ്ട് ചർച്ചിൽ പോകേണ്ടതുകൊണ്ട് ഇവിടെ കടന്നു വരാൻ പറ്റത്തില്ല എന്ന് ഹരീഷിനോട് പറഞ്ഞാണ്. വീണ്ടും നിർബന്ധിച്ചതിൻ്റെ പേരിലും
ഞാനിവിടെ കടന്നു വന്നത്. അതെനിക്ക് ഏറ്റവും വലിയ സന്തോഷമായി തീർന്നു. അതായത് കുട്ടികളെയൊക്കെ കാണാൻ പറ്റി, എൻ്റെ സഹപ്രവർത്തകരെയൊക്കെ കാണാൻ പറ്റി. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കി തന്ന നിങ്ങളോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ ആയുസ്സാരോഗ്യവും ഐശ്വര്യവും സമൃദ്ധിയും നേരുന്നു. ഹാപ്പി ന്യൂ ഇയർ. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി സ്നേഹവും സൗഹൃദവും സന്തോഷവും പങ്കിടാൻ നിങ്ങളൊരുക്കിയ ഈ അവസരത്തിന് വളരെയധികം സന്തോഷമുണ്ട്. ചങ്ങാതിക്കൂട്ടത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ സംഗമം നിയന്ത്രിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സാറ് ശ്രീ ജോർജ് ജോസഫ് സാർ, അതേപോലെ എൻ്റെ ഗുരു വര്യരായ സഹപ്രവർത്തകരെ, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ആദ്യമായി ഇങ്ങനെ ഒരു സംഗമത്തിന് വേദിയൊരുക്കിയ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഇതൊരു അസുലഭ മുഹൂർത്തമാണ്. ഞാൻ ഈ മുഹൂർത്തത്തിൽ പങ്കെടുക്കാനുണ്ടായ 3 കാരണങ്ങളാണ്. ഞാൻ ഏതായാലും സമയം അനുവദിക്കാത്തതുകൊണ്ട് കൂടുതലായിട്ടൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ആദ്യമായിട്ട് ഈ സംഗമത്തിന് ഞാൻ വരാൻ കാരണം എന്നെ ഞാനാക്കിയ എൻ്റെ പ്രിയപ്പെട്ട സാറ് ജോർജ് ജോസഫ് സാർ, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും, അതേപോലെ എൻ്റെ ഗുരു വര്യരായ സഹപ്രവർത്തകരെ കാണാനുള്ള ആഗ്രഹവും, അതേപോലെ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുമായി സംവദിക്കുക എന്നുള്ള ഈ കാര്യവും, അതേപോലെ എൻ്റെ പ്രിയപ്പെട്ട ഈ നാട് ഈ കമ്പിൽ പ്രദേശത്തോടുള്ള കടപ്പാട് അറിയിക്കുന്നതിനും വേണ്ടിയും മാത്രമാണ് ഞാൻ ഈ സംഗമത്തിലേക്ക് എത്തിച്ചേർന്നത്. ഏതായിരുന്നാലും ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഒന്നുകൂടെ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ ആദരണീയരായിട്ടുള്ള ഗുരുനാഥന്മാർ, സഹപ്രവർത്തകർ, അതേപോലെ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ഇങ്ങനെ ഒരു ഗുരുനാഥന്മാരെ നേരിട്ട് എല്ലാവരെയും ഒരുമിച്ച് കാണാൻ അവസരമൊരുക്കിയ നിങ്ങൾക്ക് എൻ്റെ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം നിങ്ങളുടെ ഈ ഒരു അകമഴിഞ്ഞ സ്നേഹം, ഹരീഷിൻ്റെയൊക്കെ നിരന്തരമായിട്ടുള്ള ഫോൺ കോള്, ഇതാണ് എന്നെ വലിയ തിരക്കുള്ള ഇന്നത്തെ ദിവസത്തിലൂടെ എത്തിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. കൂട്ടത്തിൽ നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, ഇതേപോലെയുള്ള ഒരു സംഗമം കമ്പൽ മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് അവരും നിരന്തരമായി വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ക്ഷമിക്കണം എന്നോട്. ഞാൻ ഈ ഒരു അവസരത്തിൽ പെട്ടെന്ന് തന്നെ സ്കൂളിലേക്ക് പോകുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാ പ്രോഗ്രാമിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം. എല്ലാവരെയും കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. പ്രിയപ്പെട്ട മക്കൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും നേരുന്നു. വേദിയിലിരിക്കുന്ന ബഹുമാന്യനായ ജോർജ് സാർ, അതുപോലെ എൻ്റെ പൂർവ്വ അധ്യാപക സൗഹൃദങ്ങളെ, പ്രിയ വിദ്യാർത്ഥികളെ, ഇത്തരമൊരു വേദി ഒരുക്കിയതിന്, ഇത്രയും നല്ല ഒരു അധ്യാപക സംഗമം, പൂർവ്വ അധ്യാപകരെ ഒന്നിച്ച് ഒരേ വേദിയിൽ നിങ്ങൾ നൽകിയ ഈ സ്നേഹവിരുന്ന്, അതിന് ഇതിൻ്റെ സംഘാടകരോട് പ്രത്യേക അഭിനന്ദനം അറിയിക്കുകയാണ്. അതുപോലെ ഇത്രയും അധ്യാപക സുഹൃത്തുക്കളെ ഒന്നിച്ച് കാണാൻ കഴിഞ്ഞ ഈ വേദിയിൽ എനിക്കും ഒരു അവസരം തന്നതിനും ഞാൻ പ്രത്യേകം സന്തോഷം അറിയിക്കുകയാണ്. നിങ്ങളുടെ കൂട്ടായ്മയുടെ എല്ലാ വിജയവും സ്നേഹവും
കലോത്സവത്തിനും ഞങ്ങൾ അറിഞ്ഞു. നല്ല ഒരു തുക തന്നെ നിങ്ങൾ സംഭാവനയായിട്ട് തന്ന് ഞങ്ങളെ സഹായിച്ചു. അതിന് പ്രത്യേക നന്ദി ഈ വേളയിൽ അറിയിക്കുകയാണ്. കൂടുതലൊന്നും പറയാനില്ല. എല്ലാവർക്കും ഈ നിമിഷങ്ങൾ സന്തോഷപ്രദമാക്കിയതിന് പ്രത്യേക നന്ദിയും അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു വേദി ഒരുക്കുക, ഞങ്ങളെയൊക്കെ ഓർമ്മിക്കുക, ഇതിനുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പഴയ കൂട്ടുകാരെ, പഴയ സഹപ്രവർത്തകരെയൊക്കെ കാണാനും അവരുമായി അല്പനേരം സംവദിക്കാനുമുള്ള ഒരവസരമാണ് നിങ്ങൾ ഒരുക്കി തന്നത്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു സർ. കൂട്ടുകാരന്റെ കൂട്ടുകാരനായാണ് ഈ ചങ്ങാതിക്കൂട്ടത്തിൽ ഞാൻ പങ്കുചേർന്നത്. കയറി വരുമ്പോൾ കഴിഞ്ഞ ദിവസം യാദൃശ്ചികമായി എനിക്ക് വരാൻ സാധിച്ചു. ഈ സമയത്ത് ഇതിന് ചുക്കാൻ പിടിക്കുന്ന ഹരീഷും സജിത്തുമൊക്കെ എന്നോട് പറഞ്ഞു, 74 പേരെ ഒരിക്കൽ കൂടി വിളിക്കട്ടെ, ഒന്ന് ടീച്ചറെ, ഒന്ന് മാഷയെന്ന്. അത്രയേറെ തിരക്കിട്ട് ഓടി നടന്ന ഇതിന് നേതൃത്വം നൽകിയ ഹരീഷ് MBA നന്ദി പറയുന്നതിനായി. നമസ്കാരം. നമ്മളെ ഈ പരിപാടി ഇത്രയും ടീച്ചേഴ്സ് എല്ലാ വിഷമങ്ങളും കഷ്ടതകളും മറന്ന് നമ്മളെ ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നതിൽ എന്താ പറയണ്ടേ, ആദ്യമായിട്ട് നന്ദി പറയുന്നു. നമ്മളെ ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട തുറമുഖ മ്യൂസിയം വകുപ്പ് മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളിക്കും അധ്യക്ഷസ്ഥാനം വഹിച്ച കമ്പിലു സ്കൂളിലെ മുൻ പ്രധാന അധ്യാപകൻ ജോർജ് ജോസഫ് മാഷിനും വിശിഷ്ടാതിഥിയായിട്ട് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റിനും ഒപ്പം ആശംസ അറിയിച്ച മെമ്പർ ശ്രീ നിസാറിനും പിന്നെ നമ്മളെ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ കൂട്ടുകാർക്കും അതിൻ്റെ കൂടെ നാട്ടുകാർക്കും എല്ലാവർക്കും നന്ദി പ്രകാശിക്കുന്നു. അതുകൂടെ നമുക്കൊരു നല്ലൊരു NRI ടീമുണ്ട്. അപ്പോൾ അവർക്ക് പ്രത്യേക ഒരു നന്ദി ഈ വേദിയിൽ പ്രകാശിക്കുന്നു.